അച്ഛന്മാരെയൊക്കെ കാണുവാൻ, സഭയിലെ എല്ലാ അംഗങ്ങളെയൊക്കെ കാണുവാൻ. ഇനിയിപ്പോൾ തമ്പിടി ചർച്ചിൽ പല പ്രാവശ്യം വന്നിട്ടുള്ളത് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം ഇടയാക്കിയ ഇത്ര സ്തോത്രം ചെയ്യുകയാണ്. അവിടെ ഓടി വരാൻ ഉണ്ടായ സാഹചര്യം, മക്കളായിട്ട്, മരുമക്കളായിട്ട്, കൊച്ചുമക്കളായിട്ട് എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത ഒരാളേ ഉള്ളൂ ഇപ്പോൾ. ഞാൻ അമ്മച്ചിയുടെ 3 മക്കളിൽ മൂത്ത ആള് ജയമോളുടെ ഹസ്ബൻഡാണ്, ഷാജി ജോസഫ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഓടി വരാൻ ഇന്ന് എനിക്കൊരു ബ്രോഡ്കാസ്റ്റ് നടക്കുന്ന സമയമാണിപ്പോൾ. പക്ഷെ അതെല്ലാം വീട്ടിൽ ഓടി വന്നത് വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ആ മാതാവിന്റെ ഹൃദയം തണുക്കാൻ വേണ്ടി ഞാൻ ഓടിയെത്തിയാണ്. ഇന്നത്തെ ആ ബ്രോഡ്കാസ്റ്റ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ? നശിക്കാത്തൊരു സമ്മാനം. അതാണ് എപ്പോഴും നല്ലേ. അമ്മയുടെ 80ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. പ്രിയ ബാബുച്ചാന്റെ 77 അല്ലെ ഇന്ന്. ദൈവം തുടങ്ങട്ടെ. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ടെക്നോളജി ബേസ്ഡ് ആണോ വചനം പറഞ്ഞാൽ മനസ്സിലാക്കുക. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ജനിച്ചാൽ മരിക്കണം, പക്ഷെ മറഞ്ഞു കിടക്കുന്ന വേറൊന്നുണ്ട്, ജയിച്ചാൽ മരിക്കണ്ട. കേട്ടോ, ജനിച്ചാൽ മരിക്കണം, പക്ഷെ ജയിച്ചാൽ മരിക്കണ്ട. അമ്മയ്ക്ക് ഞാനിത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർപ്പാടിന്റെ കൊടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാം. എപ്പോഴും നാം മനസ്സിലാക്കണം, നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ ഓർത്തത് ആരായിരിക്കും? മനം ശരിക്കും പറഞ്ഞ വൃദ്ധസദനം പോയിരിക്കുകയാണ്. കുട്ടികളെ കാണാനില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, മെതുശലേം എത്ര ബർത്ത്ഡേ ഓർത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്? 969 അല്ലെ, രണ്ട് ഡിസ്കൗണ്ട് പോയിരുന്നത്. ഓക്കെ, 69. 930 ബർത്ത്ഡേ ഓർത്ത് ആരെങ്കിലും ഉണ്ടോ? ആദ്യം മനസ്സിലാവുന്നുണ്ടോ? എന്റെ മനസ്സിന്റെ മാതാവിന് 80 തന്നെ ഓർക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. ബാബുച്ചായന് 77 അല്ലെ. ഞാൻ പറഞ്ഞു തരാം, ഈ ടെക്നോളജി പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുത്തേക്കണം. ഓക്കെ, ആ ടെക്നോളജിയാണ് ഇപ്പൊ പറഞ്ഞത്. ജനിച്ചാൽ, അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചാൽ, കർത്താവിന്റെ ഭാഷ പറഞ്ഞ സ്ത്രീയിൽ നിന്ന് ജനിച്ചത്, അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചാൽ മരിക്കണം. പക്ഷെ ബൈബിൾ തീരുന്നത് എങ്ങനെയാണ്? ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ജനിച്ചത് മനുഷ്യന്റെ മകനാണ്, ജനിച്ചത് മനുഷ്യന്റെ മകനാണ്, പക്ഷെ ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ. ഞാൻ പറയുന്നല്ല, വെളിപ്പാട് 21:7 പറയുകയാണ്, ജയിച്ചാൽ ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകനായ പിന്നെ മരണമില്ല. നിത്യം ബർത്ത്ഡേ, എറ്റേണൽ നല്ല ബർത്ത്ഡേ. ദൈവവചനം പറയുന്നു നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം. 70 ഏറിയ 80 കൊണ്ട് തീർന്നത് വേണം നമുക്ക്, അതോ നിത്യമാണത് വേണോ? നിത്യമായ വേണം. അങ്ങ് മനസ്സിലാക്കിക്കോ, ജയിച്ചാലേ കിട്ടുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു ജയിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ എന്നെ അടിക്കാനുള്ള വടി കാരണവന്മാരെ കൊടുക്കും, പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ. ഇത് വിശുദ്ധ ബൈബിളിൽ വിപരീതമായി ഒരു വചനം പറഞ്ഞ എന്നെ അടിച്ചോളണം. പക്ഷെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു പേടിയാ. ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിച്ചല്ലോ നാം ദൈവത്തിന്റെ മക്കളാണെന്ന്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ജയിച്ചാലേ കൺഫേം ആകും. വിശുദ്ധ ബൈബിൾ അങ്ങനെയാ പറയണേ. യോഹന്നാൻ 1:12 വളരെ വ്യക്തതയോട് പറയുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരമേ കിട്ടിയിട്ടുള്ളൂ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അധികാരമേ കിട്ടിയിട്ടുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ബൈബിൾ അവസാനം പറയുന്നു ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കാതെ നമ്മൾ യാത്രക്കാരെ നോക്കി യാത്രയായാൽ കുഴിയിൽ വീഴും. നായകനായ ക്രിസ്തു നോക്കി യാത്ര ആയിക്കോണം. യാത്രക്കാരായ യേശുവിനെ കർത്താവായി സ്വീകരിച്ച്
വീണ്ടും ജനനം പ്രാപിച്ച് സുവിശേഷം അറിയിച്ച് കൃപാവരം ഓപ്പറേറ്റ് ചെയ്ത് ഒരു വമ്പൻ ഗണത്തെ നമുക്ക് കാണാം. മത്തായി 7:21, 22, 23 നേരെ സ്ട്രൈറ്റ് എത്തിപ്പോവുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, നമ്മളിവിടെ ജനിച്ചത് മനുഷ്യന്റെ മകനായിട്ടാ, ഇവിടുന്ന് പോകേണ്ടത് ദൈവത്തിന്റെ മകനായിട്ടാ. ജനിച്ചത് മരിക്കാനാണ്, ജയിക്കുന്നത് നിത്യം ജീവിക്കാനാണ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, ജയം പ്രാപിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ജയിക്കുന്നത് യേശു കർത്ത നമുക്ക് മോഡല. യേശു ഇങ്ങനെ പറയുന്നത് വെളിപ്പാട് 3:21, ഞാൻ ജയിച്ചു. അപ്പൊ യേശു എന്ത് ചെയ്തു? എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങൾ ജയിച്ചാൽ, അപ്പൊ നമ്മൾ ജയിക്കണമെന്ന് യേശു പറയുന്നത്, ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോട് സിംഹാസനത്തിൽ ഇരുത്തും. കേട്ടോ? അതുകൊണ്ട് പ്രാർത്ഥന നല്ലതാ, പാട്ട് നല്ലതാ, ഉപവാസം നല്ലതാ, ഇതൊന്നും അവസാനിപ്പിക്കരുത്. ജയിച്ചോളൂ. ഹല്ലേലൂയ. ജനിച്ചാൽ മാക്സിമം 70, 80, അതിന്റെ അധികം ബർത്ത്ഡേ കിട്ടത്തില്ല. കിട്ടിയാൽ നല്ലത്. ഹല്ലേലൂയ. പക്ഷെ ജയിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത ബർത്ത്ഡേകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ അമ്മച്ചിക്ക് തരുക, സ്വീകരിക്കുക. കൂടെ ആർക്കും വേണമെങ്കിലും മേടിക്കാം. ഹല്ലേലൂയ. അപ്പോ ഇതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഈ ആയുസ് ഒരു അല്പമേ ഉള്ളൂ. ഇത് നമുക്ക് നിത്യം ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ നമുക്ക് തന്ന ആയുസുണ്ടല്ലോ, നിത്യം ജീവിക്കാം. പക്ഷെ ജീവിക്കണമെങ്കിൽ ജയിക്കണം. ജയിക്കുന്ന ഒരു അവകാശം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. അല്ലാതെ നാം ഇന്ന് കാണുന്ന ആ യാത്രക്കാരുടെ തലം നോക്കി പോകരുത്. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവരെ ആരും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ യേശുവിനെ നോക്കുക. യേശു ജയിച്ചതുപോലെ നാമും ജയിക്കുക. ഹല്ലേലൂയ. ഈ സമയം എല്ലാവരുടെയും പേരിലും, മക്കളുടെ പേരിലും, മരുമക്കളുടെ പേരിലും, കൊച്ചുമക്കളുടെ പേരില് എല്ലാവരുടെയും പേരിലുള്ള അനുഗ്രഹം അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും ഒക്കെ കൂട്ടായിരിക്കണം. ഇനി എത്ര നാൾ ദൈവം ഭൂമിയിൽ ജീവിക്കാൻ തന്നോ ആ നാൾ മുഴുവൻ ക്രിസ്തു എങ്ങനെ പിതാവിന്റെ ഹൃദയം സന്തോഷിപ്പിച്ചോ അതേപോലെ സന്തോഷിപ്പിക്കാൻ അമ്മച്ചിയെ മാത്രമല്ല ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ അതിനായി ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ എന്ന് ആശീർവദിക്കുക. നമുക്കൊരു വാക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഞങ്ങളെ ഈ മണ്ണിന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ അങ്ങ് ഊതി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾ വിളിക്കും, മനുഷ്യപുത്രന്മാരെ തിരികെ വരിക എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്ധിയിൽ ഞങ്ങൾ വരണം. മണ്ണിന്റെ ഉടുപ്പ്, മണ്ണ് ഭൂമിയിലേക്ക് ചേരണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരു ന്യായാസനമുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ആ ദിവസത്തിൽ ഞങ്ങളുടെ കൈകളും കാലുകളും ബലപ്പെട്ടിരുപ്പാൻ മത്തായി 7:21, 22, 23 വിശ്വാസികളെ അങ്ങ് തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളയാതിരുപ്പാൻ പകരം ജയിക്കുന്നവരായി, ക്രിസ്തു ജയിച്ചതുപോലെ ജയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്ന ഓരോ ജീവിത സ്ഥലത്തിലും അങ്ങ് ജനം ഞങ്ങളെ കാണാതെ ഞങ്ങളിവിടെ ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ കാണുന്നത് പിതാവിനെ കാണുന്നത് പോലെ സ്വർഗം ഭൂമിയിൽ വെളിപ്പെടുക. അത് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇലകളുള്ള അത്തിവൃക്ഷമാകാതെ ഫലങ്ങളുടെ അത്തിവൃക്ഷമായി തീരുക ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും അങ്ങയുടെ മരണം നിറഞ്ഞ കവിഞ്ഞ് അങ്ങയുടെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം സന്തോഷിപ്പാൻ, ഞങ്ങളുടെ ഹൃദയം തണുക്കുവാൻ തക്കവണ്ണം ക്രിസ്തു എങ്ങനെ പിതാവിനെ സന്തോഷിപ്പിച്ചുവോ അതുപോലെ മകളുടെ ജീവിതം പിതാവിനെ സന്തോഷമായി തീരുക. മകളുടെ മാത്രമല്ല ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതം ക്രിസ്തു എങ്ങനെ പിതാവിന്റെ മുമ്പിൽ ജീവിച്ചുവോ അതേപോലെ ജീവിക്കുന്നവരായി തീരുക ഞങ്ങളെ സഹായിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ അങ്കിളുമാരെയും എല്ലാ ആന്റിമാരെയും ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരെയും അപ്പൊ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ആ വിളി വരുമ്പോൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനായ ഞങ്ങൾ അങ്ങ് വിളിക്കുന്നു, മകനെ മടങ്ങിവ എന്ന് വിളിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്ന മക്കളായി തീരുക. ലോകത്തെ വെറുത്ത് ജനത്തെ പകച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഓടി വരുന്ന ദൈവത്തിന്റെ മക്കളായി തീരുക ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഇവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ നിത്യം 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 ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ,
ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ദേവദാസന് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആശീർവാദനായി നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് ജയ ഉത്സവമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയ മാതാവിനോടും, ഇവിടെ കടന്നു വന്നുള്ള എല്ലാ ദൈവദാസന്മാരോടും, ദൈവമക്കളോടും, ഇവിടെ ഇല്ലാത്ത പ്രിയ മാതാവിന്റെ മക്കളോടും, മരുമക്കളോടും, കുഞ്ഞുങ്ങളോടും, ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ. സർവമഹത്വം പിതാവേ. ഈ ശുശ്രൂഷകളുടെ പൂർണ്ണമായി